ഹായ് ഗൈസ്, ഇന്ന് സാംസങ് ഗാലക്സി S3യുടെ വിശേഷങ്ങളുമായിട്ടാണ് ഫേസ് ന്യൂസ് എന്റർടൈൻമെന്റ്. സാംസങ് ഗാലക്സി S3 സ്മാർട്ട് വേസ് മൊത്തം 133 ഗ്രാമാണ് ടോട്ടൽ ഇതിന്റെ വെയിറ്റ്. പിന്നെ സൂപ്പർ ആമോ LED കാപ്പാസിറ്റി ടച്ച് സ്ക്രീൻ ഗാലക്സി S3യുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സൂപ്പർ ടെക്നോളജിയായ ആമോ LED ആണ് സാംസങ് ഗാലക്സി S3ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സോണി എക്സ്പീരിയ എസിനെക്കാളും വളരെ സൂപ്പർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് AMOLED LED. അതുപോലെ തന്നെ 720x1280 മെഗാ പിക്സൽസ് ആണ് ഡിസ്പ്ലേക്ക് വരുന്ന റെസൊല്യൂഷൻ. വളരെ നല്ല റെസൊല്യൂഷൻ തന്നെയാണ്. HD വീഡിയോസ് അതുപോലെ HD ഫോട്ടോസ് നമുക്ക് വ്യൂ ചെയ്യാൻ കണക്കിനുള്ള വളരെ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് ഇതിനുള്ളത്. 4.7 ഇഞ്ചസ് ആണ് സാംസങ് ഗാലക്സി S3ക്ക് ടോട്ടലായിട്ട് ഉള്ളത്. 4.8 ഇഞ്ചസ് 306 ppi പിക്സൽ ഡെൻസിറ്റി ആണ് ഗാലക്സി S3ക്ക് വരുന്നത്. പിക്സൽ ഡെൻസിറ്റി ആണ്. പിന്നെ മൾട്ടി ടച്ച് ഫെസിലിറ്റിയും സോണി എക്സ്പീരിയ ഗാലക്സി S3യെ നമുക്ക് നല്ലൊരു സ്മാർട്ട് ഡിവൈസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മൾട്ടി ആയിട്ട് തന്നെ ടച്ച് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ഹാൻഡ്സെറ്റ് ആണ്. അതുപോലെ തന്നെ HD വീഡിയോ റെക്കോർഡിങ്സ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ 8 MB ആണെങ്കിൽ പോലും ഹൈ ഡെഫിനിഷൻ വീഡിയോസ് നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് S3യുടെ ഇത്. വളരെ നല്ല HD റെസൊല്യൂഷനോട് കൂടിയ ക്യാമറയാണ് ഗാലക്സി S3ക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴേക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 4.0 ഐസ്ക്രീം സാൻഡ്വിച്ച് ആണ് ഈ ഡിവൈസിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 4.0 4.1 ജെല്ലി ബീൻ വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ഹാൻഡ്സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഓൾറെഡി കമ്പനി പ്രിലോഡഡ് ആയിട്ട് തന്നെ ഐസ്ക്രീം സാൻഡ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് ഇറക്കുന്നുണ്ട്. വളരെ നല്ലൊരു യൂസർ ഇന്റർഫേസ് ആണ് ഈ ഹാൻഡ്സെറ്റ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി ഈസ് വെരി മച്ച് നല്ലൊരു ഫൈൻ ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി. HD വീഡിയോസ് അനായാസേന ഇതിനകത്തോട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ സാധിക്കും. ടച്ച് ഒക്കെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ടച്ച് ചെയ്യുന്നത്. സീക്കിംഗ് ഒക്കെ വന്നിട്ട് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. വളരെ സൂപ്പർ ഫൈൻ ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ആണ് സാംസങ് ഗാലക്സി S3ക്ക് നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു ഹാൻഡ് ഡിവൈസ് തന്നെയാണ് സാംസങ് ഗാലക്സി S3. പിന്നെ 16, 32, 64 എന്നീ ശേഖരണ ശേഷിയിലും ഗാലക്സി S3 ലഭ്യമാകുന്നുണ്ട്. 32 GB വരെ നമുക്ക് എക്സ്പാൻഡബിൾ ചെയ്യാവുന്ന മെമ്മറി കാർഡ് ഉപയോഗിച്ച് 64 GB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ ചിപ്സെറ്റ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കോണിംഗ് ഗറില്ല ഗ്ലാസ് 2 ആണ്. ക്രാച്ച് റെസിസ്റ്റന്റ് ഡിസ്പ്ലേ കോണിംഗ് ഗറില്ല ഗ്ലാസ് 2 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സൽ HD ക്യാമറയും സാംസങ് ഗാലക്സി നല്ല തരത്തിൽ എത്തിക്കുന്നുണ്ട്. ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് 1080 പിക്സൽസ് 30 ഫ്രെയിംസ് വരെ പെർ സെക്കൻഡിൽ S3 നൽകുന്നുണ്ട്. അതുപോലെ തന്നെ Exynos 4412 കോഡ് ചിപ്സെറ്റ് ആണ് സാംസങ് ഗാലക്സി S3യിൽ നൽകിയിരിക്കുന്നത്. CPU ആണെങ്കിൽ ക്വാഡ് കോർ 1.4 GHz Cortex A9 പ്രോസസറാണ്. GPU മെയിൽ 400 MB ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഹാൻഡ് ഡിവൈസ് തന്നെയാണ് സാംസങ് ഗാലക്സി S3 എന്നതിൽ നമുക്ക് സംശയമില്ല. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടും AMOLED സൂപ്പർ ഫൈൻ ടെക്നോളജിയും സാംസങ് ഗാലക്സി S3യെ മുന്നിലെത്തിക്കുന്നു എന്നുള്ളതിൽ വളരെ നല്ലൊരു ഹാൻഡ്സെറ്റ് തന്നെയാണ് സാംസങ് ഗാലക്സി S3. ഫോട്ടോസും
അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ വന്നിട്ട് വളരെ ഫൈനലി ആയിട്ട് ഉള്ള ശരിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹാൻഡ്സെറ്റ് ആണത്. സോ ഇന്ന് സാംസങ് ഗാലക്സി S3 വിശേഷങ്ങളും വളരെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള സ്മാർട്ട് ഡിവൈസുകൾ ഏഷ്യൻ ടെക്നോളജിയിൽ നിന്നും ഉണ്ടാകട്ടെ. ഇന്ന് യൂറോപ്യൻ ടെക്നോളജികളെക്കാളും വളരെ നന്നായി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഏഷ്യ ടെക്നോളജിയിൽ നിന്നുമാണ് ലഭിക്കുന്നത് എന്നുള്ളതും വളരെ ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. സോ ഇനിയും ഇതുപോലുള്ള സ്മാർട്ട് ഡിവൈസുകൾ ഏഷ്യൻ ഗാലക്സി S3 വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. ഫേസ് ന്യൂസ് എന്റർടൈൻമെന്റിന് വേണ്ടി അജ്മൽ സലീം. ബൈ. ഓക്കെ.